വെൽക്കം ടു ലച്ചു ആൻഡ് ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ ഒരു കട്ട്ലേറ്റ് ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. നിങ്ങൾ കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു കട്ട്ലേറ്റാണ് ഞങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നത്. നമുക്ക് അത്രയും പെട്ടെന്ന് വീഡിയോയിലേക്ക് പോവാം. കട്ട്ലേറ്റിന് വേണ്ട സാധനങ്ങൾ നമ്മളെ ഉരുളക്കിഴങ്ങ് ഇവിടെ കുക്കറിൽ അടിച്ചിട്ട് ഒടിച്ചെടുത്തതാണിത്. പിന്നെ ഇത് വല്ലുള്ളി 3 വല്ലുള്ളിയാണ്. ഉപ്പും കുരുമുളകും ഇട്ട് വേവിച്ച് വെച്ചതാണ്. വെന്ത ചിക്കൻ മിക്സിയിൽ അടിച്ചെടുത്തതാണിത്. ഇഞ്ചി, ഇത് വെളുത്തുള്ളി, ഇത് മുളക്. ഞങ്ങൾക്കിപ്പോ എരിവ് വേണ്ടതുകൊണ്ട് ഞങ്ങൾ ഒരു മുളകേ എടുക്കുന്നുള്ളൂ. നിങ്ങൾക്ക് എരിവ് വേണമെങ്കിൽ 2 മുളക് എടുക്കാം. ഇത് കോൺഫ്ലവർ ആണ്. ഇത് കരിവേപ്പിൻ്റെ ഇല, ഇത് കുരുമുളക്, ബ്രെഡ് പൊടിച്ചെടുത്തതാണ്. മുട്ട ഇല്ലാത്തതുകൊണ്ടാണ് ഞങ്ങൾ കോൺഫ്ലവർ എടുക്കുന്നത്. നിങ്ങൾക്ക് മുട്ട ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം, മുട്ട ഇല്ലാത്തവർ ഇങ്ങനെ എടുക്കാം. ഫേവറേറ്റ് വെള്ളം ഒഴിച്ചാണ്ട് ലൂസാക്കണം. കോൺഫ്ലവറിന്റെ പൊടി ലൂസാക്കി വെച്ചിട്ടുണ്ട്. ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഉപ്പും ചേർക്കണം. കട്ട്ലേറ്റ് ഉണ്ടാക്കാൻ പോവാം. പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിൽ ചേർക്കുകയാണ്. ഈ ഓയിൽ നന്നായിട്ട് ചൂടായ വെളുത്തുള്ളി ഇഞ്ചിയും ഇടുകയാണ്. വേപ്പിൻ്റെ ഇല ഇടുകയാണ്. ഇറക്കി കൊടുക്കുക. അതിലേക്ക് പച്ചമുളക് ഇടുകയാണ്. അതിലേക്ക് ഉള്ളി ചേർക്കുകയാണ്. ഉപ്പും ചേർക്കാണ്ട് മാറ്റിയിട്ടാം. കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മാത്രം ചേർക്കാൻ പോവാണ്. എരിവിന് ആവശ്യത്തിലുള്ള കുരുമുളക് പൊടി ഇടണം. ചേർക്കുകയാണ്. കട്ട്ലേറ്റിന്റെ ഫില്ലിങ്ങിലേക്ക് ഉരുളക്കിഴങ്ങ് ഇടുകയാണ്. ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഇനി കട്ട്ലേറ്റിന്റെ ഷേപ്പ് ആക്കി എടുക്കുകയാണ്. ഞാൻ ഉണ്ടാക്കിയോണ്ട് ഒരു ചെറിയ കട്ട്ലേറ്റ് ആണ് കിട്ടിയത്. ഞാൻ എൻ്റെ ഉണ്ടാക്കുന്നത് ചെറുതായി ഈ അടുപ്പിൻ്റെ ഉള്ളിൽ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. കട്ട്ലേറ്റ് ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ കോൺഫ്ലവറിൽ മുക്കിയിട്ട് ഈ ബ്രെഡ് പൊടിയിലേക്ക് മുക്കണം. ഇത് ഞങ്ങൾ കട്ട്ലേറ്റ് ഇവിടെ റെഡി ആക്കി വെച്ചിട്ടുണ്ട്. ഞങ്ങൾക്കൊരു പാൻ വെച്ചാണ്ട് വേവിക്കാം. കുറച്ച് ഓയിൽ പറഞ്ഞിട്ടുണ്ട്. കട്ട്ലേറ്റ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഓയിൽ ഒട്ടും ഒഴിക്കാത്ത കട്ട്ലേറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്കും ചെയ്യണം. ബൈ ബൈ ഫ്രം ലച്ചു ആൻഡ് വ്ളോഗ്സ്.